ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2161. ഇന്ന് നവംബർ മാസം 30-ാം തീയതി. ഈ ആണ്ടിലെ 334-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ കന്യകമറിയാമിന്റെ ഏലിശബയുടെ അടുക്കലേക്കുള്ള യാത്രയുടെ ദിനമാണ് ഇന്ന്. ആ ഒരു ഓർമ്മ പുതുക്കുന്ന ദിനമാണ്. ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ രണ്ട് വ്യക്തികളാണ് പരിശുദ്ധ കന്യകമറിയാമും ഏലിശബയും. യേശുവിന് വഴിയൊരുക്കുവാൻ നിയോഗിതനായ യോഹന്നാൻ സ്നാപകനെ ഗർഭം ധരിച്ച ഏലിശബ, ലോകരക്ഷകന് ജന്മം നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ കന്യകമറിയാമും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്. ഒരേ അനുഭവത്തിലുള്ള രണ്ടുപേർ തമ്മിലുള്ള സമാഗമം നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. പരസ്പരം സാന്ത്വനം നൽകുന്ന സന്ദർശനം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ ഒരു സന്ദർശനം കൊണ്ട്, യാത്ര കൊണ്ട്, സാമീപ്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, ഇടപെടൽ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ആശ്വാസമാകുന്നുണ്ടോ? അഭയമാവുന്നുണ്ടോ? കന്യകമറിയാമാണ് ഈ യാത്രയ്ക്ക് മുൻകൈ എടുക്കുന്നത്. ആ നാളുകളിൽ മറിയം എഴുന്നേറ്റ് യഹൂദാ പട്ടണത്തിലേക്ക് പോവുകയാണ്. സക്കറിയ പുരോഹിതനായിരുന്നതുകൊണ്ട് സ്വന്തമായ സ്ഥലമൊന്നുമില്ലായിരുന്നു. ലേവി ഗോത്രക്കാർക്ക് സ്വന്തം സ്ഥലം പാടില്ല എന്ന് ന്യായപ്രമാണം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത്. നസ്രയത്തിൽ നിന്നുള്ള ഈ യാത്ര ഏതാണ്ട് ഇന്നത്തെ ഒരു കണക്കുകൂട്ടലിൽ 170 മീതെ കിലോമീറ്റർ ദൂരമുണ്ട്. ഗർഭവതിയായ മറിയം തന്റെ ചാർച്ചക്കാരിയായ ഏലിശബയെ സന്ദർശിച്ചത്. ദൂരവും ക്ഷീണവും തന്റെ യാത്രയ്ക്ക് തടസ്സമായില്ല. അത്രമാത്രം കരുതലും സ്നേഹവും മറിയം എന്ന അമ്മയുടെ ഉള്ളിൽ വന്നത് യേശുവിന്റെ സാന്നിധ്യത്താലല്ലേ. 6 മാസം ഗർഭവതിയായ ഏലിശബയോടൊപ്പം 3 മാസക്കാലം താമസിച്ച് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു എന്നാണ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായം പറയുന്നത്. ഒരേ അനുഭവത്തിലുള്ള അവർ രണ്ടുപേരും ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. എത്ര ആശ്വാസകരമാണ്. ദൂരവും ക്ഷീണവും ഒന്നും തടസ്സമായി മാറുന്നില്ല. ആവശ്യങ്ങളില്ല, ഭാരത്തില്, രോഗത്തില് ആയിരിക്കുന്നവരെ സന്ദർശിക്കുക, അവർക്കിത്തിരി സാന്ത്വനം പകർന്നു നൽകുക നമ്മൾക്കും ചെയ്യാവുന്ന, ചെയ്യേണ്ട നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്വമാണെന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് തിരിച്ചറിയാം. ആമേൻ.